അരവിന്ദ് കേജ്രിവാളിന്റെ ഹർജി ഇഡി അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള ഹർജി ഉടൻ ഡൽഹി ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ്. ആ വിഷയം ആണ് നമ്മളിപ്പോൾ ചർച്ചയ്ക്ക് എടുക്കുന്നത്. വ്യവസ്ഥിതിയിൽ നിന്ന് അഴിമതി അവസാനിപ്പിക്കുമെന്നും ബദൽ രാഷ്ട്രീയത്തിന്റെ മാതൃക മുന്നോട്ട് വയ്ക്കുമെന്നും വാഗ്ദാനവുമായി 2012 ഭാരതത്തിൽ പിറവിയെടുത്ത പാർട്ടിയാണ് AAP എന്ന ആം ആദ്മി. രാഷ്ട്രീയത്തിന്റെയും ഭരണത്തിന്റെയും തകർച്ചയെ മാറി മാറി നിന്ന് വീക്ഷിച്ചിരുന്ന സാധാരണ പൗരന്മാർക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാകാൻ ഇത് പെട്ടെന്ന് വാതിൽ തുറക്കുകയായിരുന്നു. ഇത് എന്ന് പറയുന്നത് AAP ആണ്. പ്രവേശനത്തിന് തടസ്സങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ സ്ത്രീകളും പുരുഷന്മാരും വൃദ്ധരും യുവാക്കളും ദരിദ്രരും പണക്കാരും അങ്ങനെ വേണ്ട എല്ലാ ആളുകളും ഈ ആം ആദ്മിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടായത്. പാർട്ടിയെ തുടക്കം മുതൽ തന്നെ നടത്തുന്ന ചെറിയ സംഭാവനകൾ അതുപയോഗിച്ച് ഭാരതത്തിൽ ജനക്കൂട്ടത്തെ അടിസ്ഥാനമാക്കി തെരഞ്ഞെടുപ്പ് ഫണ്ട് ശേഖരണത്തിനായിരുന്നു AAP തുടക്കമിട്ടത്. അങ്ങനെയാണ് ആ അഴിമതി വളർന്ന് വലിയ പന്തലിച്ചത്. അങ്ങനെ അത് വളർന്ന അഴിമതി മാത്രം നടത്തുന്ന ഒരു പാർട്ടിയായിട്ടായി AAP മാറുകയും ചെയ്തു. അരവിന്ദ് കേജ്രിവാൾ എന്ന ഡൽഹി മുഖ്യമന്ത്രിയെ കണ്ണടച്ച് ജനങ്ങൾ വിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ വിശ്വസിച്ച ജനങ്ങളെ അപ്പാടെ വഞ്ചിക്കുകയാണ് കേജ്രിവാളും കൂട്ടരും ചെയ്തത്. അതിന് തെളിവാണ് മദ്യനയ അഴിമതി കേസും പിന്നാലെയുള്ള ED അറസ്റ്റുമൊക്കെ തന്നെ. മാത്രമല്ല, രാജ്യത്തെ തന്നെ വിഭജിക്കുന്ന വിഘടനവാദ ഭീകര സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കൊപ്പം ചേർന്നതിന് തെളിവുകളും പുറത്തു വന്നിരിക്കുന്നു. എന്തായാലും ED അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള അരവിന്ദ് കേജ്രിവാളിന്റെ ഹർജി ഡൽഹി ഹൈക്കോടതി ഉടൻ പരിഗണിക്കും. ഇതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം പ്രതികരിക്കുവാൻ വേണ്ടി KVS ഹരിദാസ് BJP നേതാവ്, വിനോദ് മാത്യു വിൽസൺ AAP സംസ്ഥാന പ്രസിഡന്റ് എന്നിവർ ചേരുന്നു. ആദ്യം വിനോദ് മാത്യു വിൽസണിലേക്കാണ് പോകുന്നത്. വിനോദ്, ഓരോ ദിവസം ചെല്ലുന്തോറും അഴിമതികളുടെ ഒരു കൂടാരം അത് ED ചോദിച്ച് മനസ്സിലാക്കി അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നുമുണ്ട്. എന്നാലും അല്പസമയത്തിനൊന്നും തന്നെ ഹർജി പരിഗണിക്കും. പുറത്തോ അകത്തോ? അല്ല, ഇപ്പം നരേന്ദ്രമോദിയും അമിത്ഷായും അവരുടെ ED സംഘവും ചേർന്ന് കേജ്രിവാളിന് ഇപ്പോൾ ജാമ്യം കൊടുത്തു വിടുമെന്ന് വിചാരിക്കാൻ പൊട്ടന്മാരൊന്നുമല്ല ഞങ്ങൾ. കാരണം ഞങ്ങളുടെ തലയിൽ ചാണകമല്ല, ഞങ്ങളുടെ അത്യാവശ്യം ബുദ്ധി ഉണ്ടായതുകൊണ്ട് ഞങ്ങളത് ഇപ്പം കാരണം പുറത്തു വരുന്ന അരവിന്ദ് കേജ്രിവാൾ എത്രയോ ശക്തനായിരിക്കുമെന്ന് അദ്ദേഹത്തെ അകത്താക്കിയിട്ടുള്ള BJP സംഘപരിവാർ ശക്തികൾക്കറിയാം. അതുകൊണ്ട് അദ്ദേഹത്തെ ഉടനെ ഇന്നിപ്പോൾ ജാമ്യം കൊടുത്തു വിടുമെന്ന് വിശ്വസിക്കാൻ, ആ ജാമ്യാപേക്ഷയിൽ അദ്ദേഹം ഇന്നിപ്പോൾ ഇറങ്ങുമെന്ന് വിചാരിച്ചിരിക്കുന്ന ആളൊന്നുമല്ല ഞാൻ. പിന്നെ അതിൻ്റെ നിയമകാര്യങ്ങളാണ് നടക്കട്ടെ. പിന്നെ അങ്ങ് അവതാരകയായിട്ടുള്ള അങ്ങ് 2-3 കാര്യങ്ങൾ പരാമർശം ഉന്നയിച്ചു. സത്യത്തിൽ വിയോജിപ്പുണ്ട്. ഞാൻ ഈ ചർച്ചയിൽ ഇറങ്ങിപ്പോകേണ്ടതാണ്. പക്ഷേ ഞാൻ ആ മര്യാദ കാണിക്കുകയാണ്. ഒന്നാമത്തെ എൻ്റെ ബുദ്ധിമുട്ട്, അഴിമതി മാത്രം കാണിക്കുന്ന പാർട്ടിയായി എന്നൊക്കെ എഴുതി വായിച്ചു. അതൊന്നും ശരിയല്ല. നിങ്ങൾക്ക് ജനാധിപത്യ രീതിയിൽ ഞങ്ങളെ വിമർശിക്കാം, തിരിച്ച് ഞങ്ങളും വിമർശിക്കും. പക്ഷേ അഴിമതി മാത്രം കാണിക്കുന്ന പാർട്ടി എന്നൊക്കെ എങ്ങനെയാണ് പറയുന്നത്? അതായത് ഇന്ത്യയിൽ കഴിഞ്ഞ ഒരു 10 വർഷം എടുത്ത് നോക്കിയാൽ വളരുന്ന പാർട്ടിയല്ലേ അത്. നമ്മൾ ഡിബേറ്റിലിരിക്കുമ്പോൾ എന്തും പറയാം അല്ലെങ്കിൽ എന്തും ആക്ഷേപിക്കാം എന്നുള്ളതല്ലല്ലോ ശരി. വളരുന്ന പാർട്ടിയല്ലേ. ഡൽഹി ഭരിക്കുന്ന പാർട്ടി, പഞ്ചാബ് ഭരിക്കുന്ന പാർട്ടി, ഗുജറാത്തിൽ ചുരുങ്ങിയ സമയം കൊണ്ട്, ഇവിടുത്തെ പത്രമാധ്യമ പ്രവർത്തകർക്കൊക്കെ അറിയാം, ചുരുങ്ങിയ സമയം കൊണ്ട് 13% വോട്ട് നേടിയ പാർട്ടി, 5 MLA-മാരെ നേടിയ പാർട്ടി, ഹരിയാനയിൽ ചലനമുണ്ടാക്കുന്ന പാർട്ടി. അതുകൊണ്ടാണല്ലോ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് 2 സീറ്റുകൾ അവിടെ കിട്ടുന്നത്. ഗോവയിൽ, കേരളത്തിൽ, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ കേരളത്തിൽ ഞങ്ങളുടെ പാർട്ടിക്കുള്ളത് ഇപ്പോൾ നിലവിൽ ഒരു മെമ്പർ, പഞ്ചായത്ത് മെമ്പർ മാത്രമാണ്. പക്ഷേ നിങ്ങളിന്ന് കണ്ടില്ലേ തിരുവനന്തപുരം നഗരത്തിലേക്ക് എത്രയോ മനുഷ്യർ ഒഴുകി വന്നത്. പിന്നെ അങ്ങ് മറ്റൊരു പരാമർശം നടത്തി, ഞങ്ങൾ അക്രമത്തിന് ആസൂത്രണം ചെയ്തു വന്നു. അങ്ങനൊന്നുമല്ല കേട്ടോ. BJP-ക്കാർ നടത്തിയ സമരങ്ങൾ, കോപ്രായങ്ങൾ നമ്മൾ എത്രയോ കണ്ടിട്ടുള്ളതാണ്. കേരളത്തിലെ പൊതുമുതൽ നശിപ്പിച്ചിട്ടുണ്ട്. ഗ്യാസ് വിലവർദ്ധനവുമായി ബന്ധപ്പെട്ട് എത്രയോ സമരങ്ങൾ കാണിക്കുന്ന കോപ്രായങ്ങളും പിന്നെ ആഭാസത്തരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെന്തോ വലിയ സമരത്തിന് വന്നു, ഞങ്ങൾ ആക്രമിക്കാൻ വന്നു, അങ്ങനെയൊന്നുമല്ല. ഞാനൊരു സ്റ്റേറ്റ് പ്രസിഡൻ്റാണല്ലോ. ഞാനൊരു വീഡിയോ അങ്ങനെ കാണിച്ചു തരാം. ഞങ്ങൾ BJP ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. എന്താ പ്രശ്നം? എന്താ BJP-ക്കാർ ഇവിടെ CPM ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിട്ടില്ലേ? കോൺഗ്രസ് ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തിയിട്ടില്ലേ? രാഷ്ട്രീയത്തിൽ അത് ഭാഗമല്ലേ? രാഷ്ട്രീയത്തിൽ അങ്ങനെയല്ലേ? രാഷ്ട്രീയത്തിൽ നമുക്ക് വിമർശനം ഉണ്ടാകുമ്പോൾ നമ്മൾ അത്തരത്തിലുള്ള പ്രതിഷേധ സമരങ്ങൾ ഇന്നും ഇന്നലെയും തോടെ ആം ആദ്മി അല്ലല്ലോ സമരം ഈ കേരളത്തിൽ ആദ്യമായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നത്. പക്ഷേ ഇന്ന് നിങ്ങൾ നോക്കൂ, ഞങ്ങൾ അവിടേക്ക് സമരം നടത്തി. ഞങ്ങളെ പോലീസ് തടഞ്ഞു. ഞങ്ങൾ പോലീസിനെ ആക്രമിച്ചില്ല, ഞങ്ങൾ പോലീസിനെ വിരട്ടിയില്ല, ഞങ്ങൾ അവരെ ആക്രമിച്ചുകൊണ്ട് മുമ്പോട്ട് ഞങ്ങൾ അവരെ തടഞ്ഞപ്പോൾ ആ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ അനുസരിച്ച് പ്രതിഷേധിച്ചു. പക്ഷേ ക്യാമറയിൽ കാണുമെന്ന് എനിക്കറിയത്തില്ല. നോക്കൂ, ഞാനത് കാണിച്ചു തരാം. ഇത് സൂം ചെയ്ത് കാണാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞാൻ അങ്ങേക്ക് അവതാരികയായിട്ട് അങ്ങയുടെ പേഴ്സണൽ നമ്പറിൽ അയച്ചു തരാം. ഒരു BJP-ക്കാരൻ, ഒരു 10-12 BJP-ക്കാരേ ഉള്ളൂ, ഒരുത്തൻ ഞങ്ങളെ ആക്രമിക്കാൻ ഒരു കല്ലുമായിട്ട് വരുന്ന വീഡിയോ ആണ്. അതായത് ഞങ്ങൾ അവരെ ആക്രമിക്കാൻ കമ്പോ കടാരയോ കല്ലോ ഒന്നുമായിട്ടല്ല പോയി. ഞങ്ങൾ കൊടി പിടിച്ച്
പിന്നെ കോലം കത്തിക്കും. അതിനെന്താ പ്രശ്നം എന്താ? ഇതാർക്കെങ്കിലും എഴുതി കൊടുത്ത മണ്ണുമല്ലോ ആണോ? നരേന്ദ്രമോദിയെ വിമർശിച്ചൂടെ? നരേന്ദ്രമോദി ആരാ? മഹാപുരുഷനാണ്, വിശ്വഗുരു എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ മതി, അല്ലെ നിങ്ങളുടെ ആൾക്കാർ പറഞ്ഞാൽ മതി. ഞങ്ങൾക്കായിട്ട് വിശ്വഗുരു ഒന്നും അല്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ ഇവിടെ വന്നിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ അതാണ്ട് ഈ ഒരു വീഡിയോയിൽ ഞങ്ങളെ ആക്രമിക്കാൻ കല്ലുമായിട്ട് വരുന്നു. ഞാൻ എപ്പോഴും പറയാറില്ലേ, ഞങ്ങളാണ് സത്യത്തിൽ, എനിക്ക് സത്യത്തിൽ സങ്കടമുണ്ട് കേട്ടോ BJP-ക്കാരോട്. ഞങ്ങളാണ് സമരം നടത്തിയത്, സത്യമാണ്. വിനോദ്, താങ്കൾ പറഞ്ഞതൊക്കെ ശരിയാണ്. ഈ ജനാധിപത്യ ഇങ്ങനെ സമരം നടത്താനൊക്കെ നിങ്ങൾക്ക് കഴിയും. പക്ഷെ എന്നാൽ അഴിമതി മുക്ത രാജ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ അധികാരത്തിലേറിയത്. എന്നിട്ട് ഇപ്പോൾ നടത്തിയത് എന്താണ് എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. അഴിമതി നടത്തിയെന്ന് ആര് പറഞ്ഞു? കോടതിയിൽ കേസുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് അമിത്ഷായ്ക്കെതിരെ നരേന്ദ്രമോദിക്കെതിരെ കേസുകളുണ്ടായിരുന്നില്ലേ? നിങ്ങളെന്താന്ന് പറഞ്ഞേ? അദ്ദേഹം ഇത് ഗോദ്ര കലാപം ആസ്തൂന്ന് അമിത്ഷായെ നിങ്ങൾ സമ്മതിച്ചിട്ടുണ്ടായിരുന്നോ? കോടതിയിൽ കുറ്റവിമുക്തരാക്കപ്പെട്ടില്ലേ? അതുവരെ നിങ്ങളെന്താ സംരക്ഷിച്ചില്ലേ? അപ്പോൾ നിങ്ങളെന്തീ പറയുന്നത്? ആരോണം വന്നാൽ അവനെ അഴിമതിയാണോ? അത് കൊള്ളാം. എന്ത് തെളിവ്? അല്ലല്ല, ഞാൻ പറയാം മാഡം, പിന്നെ എന്ത് തെളിവ്? റിമാൻഡ് റിപ്പോർട്ട് മാഡം വായിച്ചോ? ഞാൻ റിമാൻഡ് റിപ്പോർട്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഞാൻ ഏതാണ്ട് 65 പേജുള്ള റിമാൻഡ് റിപ്പോർട്ട് ഞാൻ വേണേൽ ഇവിടുന്ന് വായിച്ച് ചർച്ച മൊത്തം ഞാൻ സമയം കളഞ്ഞു തരാം. ഞാൻ വായിക്കാം 1 by 1. ഞാൻ അഡ്വക്കേറ്റ് കൂടി. റിമാൻഡ് റിപ്പോർട്ട് എന്താ എഴുതിയേക്കുന്നത്? ആ റിമാൻഡ് റിപ്പോർട്ട് 1 by 1 ആയിട്ട് നമുക്ക് വായിക്കാം. ചർച്ച ഇന്നും വൈകിട്ട് വരെ നമുക്ക് നീട്ടിക്കൊണ്ടുപോകാം. അതിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, അദ്ദേഹം സമൻസ് സ്വീകരിച്ചില്ല, അദ്ദേഹത്തിനെതിരെ മൊഴികളുണ്ട്. ഈ മൊഴികളെന്ന് പറയുന്നത് അങ്ങ് മനസ്സിലാക്കണം, നമ്മുടെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ ഒരു നോൺ ബെയിൽ ഒഫൻസ്, സാധാരണ ഒരു നോൺ ബെയിൽ ഒഫൻസിലാണെങ്കിൽ പോലും റിമാൻഡ് ആപ്ലിക്കേഷൻ കൊണ്ടുവരുമ്പോൾ ആ റിമാൻഡ് ആപ്ലിക്കേഷനകത്ത് കുറേ കാര്യങ്ങൾ പോലീസ് എഴുതും. പ്രൈമ ഫസി കേസുണ്ടോ നോക്കിയാൽ റിമാൻഡ് ചെയ്യും. പിന്നീട് ട്രയൽ സമയത്താണ് ഇത് തെളിയിച്ച്, നമ്മൾ എത്രയോ കേസിൽ കണ്ടിട്ടുണ്ട് മാഡം, എത്രയോ കേസിൽ കോടതി അവസാനം ട്രയൽ സമയം പറയുന്നത് ഒരു തെളിവില്ല, വെറുതെ വിട്ടു. നമ്മൾ അതിനെതിരെ സംസാരിക്കുന്നവരല്ലേ? ഈ ഇടയ്ക്കല്ലേ പിന്നെ INA പിടിച്ചൊരു, ഞാൻ ആ പേര് ഓർക്കുന്നില്ല ഈ ചർച്ചയിൽ, ഒരു പക്ഷേ ഞാൻ അടുത്ത റൗണ്ടിൽ പറയാം, 6 വർഷം കഴിഞ്ഞിട്ട് കോടതി വെറുതെ നമ്മുടെ സ്റ്റാൻ സ്വാമി എന്ന് പറയുന്ന വ്യക്തിയെ, മനുഷ്യരല്ലേ ഇവരൊക്കെ? അപ്പോൾ BJP-ക്കാർക്ക് മാത്രം ഈ നാട്ടിൽ ജീവിച്ചാൽ മതി. ഞാനത് പറഞ്ഞോട്ടെ മാഡം, സ്റ്റാൻ സ്വാമിയെ വർഷങ്ങൾ ജയിലിലിട്ടു. അവസാനം അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പിലേക്ക് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് ഇത്തരത്തിലുള്ള വ്യാജരേഖകൾ ചമച്ചു എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലേ? നിങ്ങൾ മാത്രമല്ല മാധ്യമ പ്രവർത്തനം നടത്തുന്നത്, അതിനെന്താ സമ്മതിക്കാഞ്ഞേ? അപ്പോൾ ഇങ്ങനെയാണ് വേട്ടയാടുന്നത്. അപ്പം ഞങ്ങൾ കുറച്ച് ആൾക്കാർക്ക് മാത്രം ജീവിക്കാൻ പറ്റുള്ളൂ, ഞങ്ങൾ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ഈ രാജ്യം, ഞങ്ങൾ പറയുന്നതാണ് രീതി. അതിൽ എന്തോ ഒരു വിനോദം ഈ പറയുന്നത് അറസ്റ്റ് ചെയ്ത എന്താ? EDയുടെ പിന്നെ കൺവിക്ഷൻ റേറ്റ് എത്രയാണ്? കഴിഞ്ഞ ഈ PMLA ആക്റ്റുമായി ബന്ധപ്പെട്ട് എടുത്ത കേസുകളിൽ കൺവിക്ഷൻ റേറ്റ് എത്രയാണ്? ഇതൊക്കെ റൈറ്റ് ടു ഇൻഫർമേഷൻ 2-3% മാത്രമേ ഉള്ളൂ. ED അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലെ പ്രതിപക്ഷ സഖ്യകക്ഷികളിലെ നേതാക്കന്മാരെ. BJP-ക്കാർ കള്ളത്തരം കാണിക്കുന്നതാണോ പറയുന്നത്? അഴിമതി. ഞാനൊരു കാര്യം ഓൺ ചെയ്യുന്നു 1000 തവണ പല ഫ്ലോറിൽ പല മാധ്യമങ്ങളുടെ മുമ്പിൽ ഓൺ ചെയ്ത് ഞാൻ ഇവിടെയും പറയുന്നു. കൊടകര കുഴൽപ്പണ കേസ് തൃശ്ശൂരിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ നിന്ന് കൊണ്ടുവന്ന കോടിക്കണക്കിന് രൂപ അടിച്ചോണ്ട് പോയില്ലേ? മാധ്യമങ്ങൾ റിപ്പോർട്ട്, പൈസ പോയിട്ടില്ല എന്ന് BJP-കാരൻ കേസുണ്ട്. കാശ് കൊണ്ടുപോയില്ലേ? കുഴൽപ്പണം 3 കോടി രൂപ വ്യാജ ആക്സിഡന്റ് ഉണ്ടാക്കി അടിച്ചുകൊണ്ട്. ആരുടെ പണമായിരുന്നു? നിങ്ങളൊന്ന് പറഞ്ഞേ. ഞാനൊരു കാര്യം വിനോദ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല വിനോദിനോട് പറയുന്നത്. കാരണം ഇത്രയധികം അഴിമതി നടത്തിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു, ഇന്ത്യ കണ്ടതിൽ ഏറ്റവും വലിയ അഴിമതി ഇലക്ട്രൽ ബോണ്ടാണ്. നിങ്ങൾ എന്താ സംസാരിക്കാത്തത്? നിങ്ങൾ ആ വിഷയത്തിൽ ഒരു ഡിബേറ്റ് സംഘടിപ്പിക്കാവോ? ജനം TV ഞാൻ വരാം. ഇലക്ട്രൽ ബോണ്ട് അഴിമതിയാണോ അല്ലയോ നിങ്ങൾ സംഘടിപ്പിക്കുക. നിങ്ങൾ നിഷ്പക്ഷ മാധ്യമം നടത്ത്. ഞാൻ അതിൻ്റെ ഇങ്ങോട്ട് വന്നേ, ഞാൻ നിങ്ങളുടെ സ്റ്റേജിലാണ് വന്നിരിക്കുന്നത്, നിങ്ങളുടെ ഓൺ എയറിലാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ നിഷ്പക്ഷ സത്യസന്ധ മാധ്യമം ചാനലാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇലക്ട്രൽ ബോണ്ടിൽ ചർച്ച ചെയ്യും. മാത്രം പോയിന്റ് ഔട്ട് ചെയ്തത് ഇലക്ട്രൽ ബോണ്ടിൽ അല്ല മാഡം, KVS ഹരിദാസിനോട് കൂടെ പോകേണ്ടതുണ്ട്. BJP നേതാവ്, അദ്ദേഹം കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ KVS ഹരിദാസ്, വലിയ അഴിമതികൾ നടത്തിയിട്ടും ഇപ്പോൾ AAP പ്രവർത്തകർ പറയുന്നത് കേജ്രിവാൾ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ്. രാജ്യമാണ് വലുത് എന്ന് പറഞ്ഞു പോകുന്ന പ്രധാനമന്ത്രിക്ക് കീഴിൽ ഒരു അഴിമതിയും നടത്തിക്കൊണ്ട് പോകാൻ കഴിയില്ല. അതിനി ആര് ചെയ്തിരുന്നാലും ശരി. അത് തന്നെയാണ് ഇവിടെ വീണ്ടും വീണ്ടും എടുത്തു കാണിക്കുന്നത്. അല്ല, ഈ കേസിൻ്റെ തുടക്കം മുതലുള്ള സംഭവങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണ്. ഈ കേസ് എവിടെയാണ് ഉദയം ചെയ്യുന്നത്? ഡൽഹിയിലെ PCC പ്രസിഡന്റ് കേജ്രിവാളിന്റെ നേതൃത്വത്തിൽ നടത്തിയ തട്ടിപ്പിനെ കുറിച്ച്, അഴിമതിയെക്കുറിച്ച് ഡൽഹി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുക്കുന്നു. പിന്നീട് അവര് CBIക്ക് പരാതി കൊടുത്തു.
ഇന്നത്തെ AICCയുടെ ട്രഷറർ ഡൽഹിയിൽ വാർത്താ സമ്മേളനം നടത്തി ഈ അഴിമതി കഥകൾ വീണ്ടും പുറത്തുവിട്ടു. കേജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടത് അന്നത്തെ കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസ് ഉന്നയിച്ച ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് അന്വേഷണം നടന്നത്. അന്വേഷണത്തിന്റെ ഗതിവിഗതികൾ നമുക്കൊക്കെ അറിയാം. കേജ്രിവാളിന്റെ സന്തത സഹചാരിമാരായ 2 മന്ത്രിമാർ ജയിലിലാണ് മാസങ്ങളായിട്ട്. അവരുടെ കൺഫെഷണൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടെന്നാണ് കേൾക്കുന്നത്. നമുക്കറിയില്ല മുഴുവൻ കാര്യങ്ങളും. ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള BRS നേതാവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു മലയാളി അടക്കമുള്ളവര് ജയിലിലായിരുന്നു. അപ്പോൾ ഈ കേസിൽ കേജ്രിവാള് അവസാനത്തെ കണ്ണിയാണ്. അവസാനമാണ് കേജ്രിവാളിലേക്ക് അറസ്റ്റ് എത്തുന്നത്. അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാൻ 9 തവണ സമൻസ് അയച്ചു. 9 തവണ സമൻസ് അയച്ചു. 9 തവണയും അദ്ദേഹം ഇഗ്നോർ ചെയ്യുക ചെയ്തത്, അവഗണിക്കുക ചെയ്തത്. അവസാനം ഹൈക്കോടതിയിൽ പോയി അറസ്റ്റ് തടയണം എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ചരിത്രം മറക്കരുത്. അദ്ദേഹം കേജ്രിവാള് അവസാനം ഹൈക്കോടതി പോയി അറസ്റ്റ് തടയണം എന്ന് ആവശ്യപ്പെട്ടിട്ട് ഹൈക്കോടതി പറഞ്ഞു ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റില്ല എന്ന്. അറസ്റ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നുള്ളൊരു നിലപാടാണ് അന്ന് ഹൈക്കോടതി എടുത്തത്. അതിനും ശേഷമാണ് ED അദ്ദേഹത്തിന്റെ വീട് റെയ്ഡ് ചെയ്യുന്നത്. 9 തവണ സമൻസ് അയച്ചു, വന്നില്ല. അദ്ദേഹം ഹൈക്കോടതി പോയപ്പോൾ ഹൈക്കോടതി അറസ്റ്റ് തടയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ED അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ചോദ്യം ചെയ്യാൻ ശ്രമിച്ചത്, റെയ്ഡ് നടത്തുന്നത്. അന്നാണ് അറസ്റ്റ് നടക്കുന്നത്. അപ്പോ അറസ്റ്റിലേക്കുള്ള സാഹചര്യം ഒരുക്കിയതാരാണ്? നിവൃത്തിയില്ലാത്തൊരു ഘട്ടത്തിലാണ് ED അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിനെതിരായിട്ട് വ്യക്തമായ തെളിവുകളുണ്ട് എന്നത് നമ്മുടെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഹർജികൾ വരുന്ന സമയത്ത് കോടതികൾ പോലും നിരീക്ഷിച്ചതാണ്. എന്തുകൊണ്ട് ആം ആദ്മി പാർട്ടിക്കെതിരെ കേസെടുക്കുന്നില്ല, അവരെ കക്ഷി ചേർക്കുന്നില്ല എന്ന് ചോദിച്ചത് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരാണ്. ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് ചരിത്രം. ഇപ്പോ ഇതൊന്നുമല്ല ഇപ്പോഴത്തെ ചിത്രം. അദ്ദേഹം EDയുടെ കസ്റ്റഡിയിലാണ്. നാളെ വരെ കസ്റ്റഡി ഉണ്ട്. 28-ാം തീയതി വരെ അദ്ദേഹം കസ്റ്റഡിയിലാണ്. ഇനിയും കസ്റ്റഡി ചോദിക്കേണ്ടി വരും എന്നതാണ് ഞാൻ ഇന്നത്തെ ഡൽഹി ഹൈക്കോടതിയിൽ EDയുടെ അഭിഭാഷകൻ നടത്തിയ നിരീക്ഷണങ്ങളിൽ നിന്ന് ഊഹിച്ചെടുക്കുന്നത്. ഇന്നലെ ഈ അറസ്റ്റ് റദ്ദാക്കി അദ്ദേഹത്തിനെ വിട്ടയക്കണം എന്നുള്ള ഹർജിയാണ് ഒരു ഹർജി ഇന്നിപ്പോൾ വാദം കേട്ടത്. അതിൽ മനു അഭിഷേക് സിംഗ്വി കേജ്രിവാളിന് വേണ്ടി ഹാജരായി. പക്ഷേ EDക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഹൈക്കോടതിയിൽ പറഞ്ഞത് എന്താ? ഞങ്ങൾക്ക് ഇന്നലെ വൈകുന്നേരമാണ് ഹർജി കിട്ടുന്നത്, ഉച്ചയ്ക്ക് ശേഷമാണ്. ഞങ്ങൾക്ക് കൗണ്ടർ ഫയൽ ചെയ്യേണ്ടതുണ്ട്, അതിന് സമയം വേണം. ഇതാണ് പറഞ്ഞത്. ഇന്നിപ്പോ ഹൈക്കോടതിയുടെ മുമ്പിൽ EDയുടെ അഭിഭാഷകന്റെ അല്ലെങ്കിൽ സോളിസിറ്റർ ജനറലിന്റെ വാദം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ സാമാന്യ ബുദ്ധിക്ക് ഇപ്പൊ കോടതിയുടെ ഉത്തരവ് എന്തായിരിക്കുമെന്ന് പ്രവചിക്കാൻ നമ്മളാരും ആളുകളല്ല. വൈകുന്നേരം 4 മണിയോടുകൂടി തൻ്റെ ഉത്തരവ് അപ്ലോഡ് ചെയ്യും എന്ന് പറഞ്ഞാണ് ഇന്ന് ആ കേസിൻ്റെ വിചാരണ അവസാനിച്ചിരിക്കുന്നത്. നമുക്ക് കാത്തിരിക്കാം. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഊഹം EDക്ക് മുമ്പിൽ അവർക്ക് കേജ്രിവാളിനെ ചോദ്യം ചെയ്ത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. കേജ്രിവാളിനെ മാത്രമല്ല, ഈ കേസിൽ അറസ്റ്റിലായ സമാനമായ കുറ്റത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നതും കൂടി വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് നമ്മളൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, കേൾക്കുന്നുണ്ട്. ശരിയാണോ അല്ലയോ എന്ന് പറയാൻ നമ്മൾ ആളല്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതാണ്. അതുകൊണ്ട് ED ഇപ്പോൾ നാളെ അദ്ദേഹത്തിൻ്റെ റിമാൻഡ്, ED കസ്റ്റഡിയിലുള്ള റിമാൻഡ് പൂർത്തിയാകുന്ന സമയത്ത് കൂടുതൽ ദിവസത്തേക്ക് ആവശ്യമുണ്ട് എന്ന് ആവശ്യപ്പെടും എന്നാണ് ഞാനൊക്കെ കരുതുന്നത്. മാത്രമല്ല, ഇതേ കേസിൽ CBIയുടെ കേസുണ്ട്. CBI ഞാൻ പത്രമാധ്യമങ്ങളിൽ നിന്ന് അറിയുന്നത് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വേണമെന്നുള്ള ഹർജിയുമായിട്ട് കോടതിയിൽ പോകാൻ റെഡിയായി നിൽക്കുക. ഇപ്പോൾ നാളെ EDയുടെ കസ്റ്റഡി കഴിയുന്ന കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത്
അവിടെ CBIയുടെ ആൾക്കാരും ഉണ്ടാകും. അതുകൊണ്ട് കേജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം പുറത്തിറങ്ങി വന്ന് സജീവമാക്കാനുള്ള യോഗമുണ്ടോ ഇല്ലയോ, അതിനുള്ള സാധ്യതകളുണ്ടോ എന്നതൊക്കെ എനിക്ക് പറയാൻ കഴിയില്ല. ഒതുങ്ങുന്ന ഒരു കാര്യമല്ല.